Today we'll be discussing the preparation, structure and bonding in allyl organometallic compounds and the structure and bonding in metal-diene complexes. The first one is allyl organometallic compounds. The allyl group C3H5 group, it can combine to the metal through one carbon atom, then it acts as a monohaptoligand, or it can attach to the metal through all the three carbon atoms, then it acts as a trihaptoligand. And trihaptoligand, it behaves as a 3-carbon delocalized system and it can form half sandwich type of compounds. Now we'll see a few examples. The first one is allyl pentacarbonyl manganese 1, and in this particular complex allyl ligand acts as a monohaptoligand. അപ്പോൾ ഇവിടെ ഇതെന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇതൊരു മോണോഹാപ്റ്റോലിഗാൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് മോണോഹാപ്റ്റോലിഗാൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇവിടെ ഈ അലൈൽ ഗ്രൂപ്പ് ഈ ഈ മെറ്റൽ ആറ്റത്തിലേക്ക് ഒരു കാർബൺ ആറ്റത്തിൽ കൂടിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് നമ്മൾ പറയുന്നത്, അതിനെ ഒരു മോണോഹാപ്റ്റോലിഗാൻഡ് എന്ന് പറയുന്നത്. സോ ഇൻ allyl pentacarbonyl manganese 1, this allyl group acts as a monohaptoligand. അവിടെ 5 കാർബണൈൽ ഗ്രൂപ്പും ഈ ഒരു മെറ്റലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേരെന്തായിട്ട് നമ്മൾ പറയുക, monohapto allyl or eta1 allyl pentacarbonyl manganese 1 എന്ന് പറയാം. In this particular complex, allyl group acts as a monohaptoligand, and here allyl group acts as trihaptoligand. In tricarbonyl iron 2 complex, this allyl group acts as a trihaptoligand. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇത് 3 കാർബൺ ആറ്റം അയണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു അയഡിനുണ്ട്, 3 കാർബണൈൽ ഗ്രൂപ്പ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ട്രൈകാർബണൈൽ അയൺ 2 കോംപ്ലക്സ് എന്ന് നമുക്ക് പറയാം. ട്രൈകാർബണൈൽ അയൺ 2 കോംപ്ലക്സ് എന്ന് പറയാം. ഇനി അടുത്ത ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജിങ് കോംപ്ലക്സ് ആണ്. നമ്മൾ ബ്രിഡ്ജിങ് കോംപ്ലക്സ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, ബ്രിഡ്ജിങ് കോംപ്ലക്സിനകത്ത് ഈ അലൈൽ ഗ്രൂപ്പ് ഒരു ടെർമിനൽ ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുകയാണ്. ഇൻ ദിസ് ബ്രിഡ്ജിങ് കോംപ്ലക്സ് ദിസ് അലൈൽ ഗ്രൂപ്പ് ആക്ട്സ് ആസ് എ ടെർമിനൽ ഗ്രൂപ്പ്, and the name of this particular ligand is eta3 trihapto 2-phenyl. സെക്കൻഡ് പൊസിഷനിലാണ് ഫിനൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. 2-phenyl allyl palladium, and here chlorine acts as a bridging ligand. So palladium 2 mu dichloro, ഒരു ലിഗാൻഡും കൂടെ ഉണ്ട് allyl. So eta3 2-phenyl allyl palladium 2 complex. ഇനി നമ്മൾ സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് ഇൻ അലൈൽ കോംപ്ലക്സസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്, ഇവിടെ നമുക്ക് ഈ അലൈൽ കോംപ്ലക്സിൻ്റെ eta3 അലൈൽ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചർ ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ഇൻ ടേംസ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി, ആൻഡ് the two pieced orbitals on the 3 allylic carbon atoms, they combine to give 3 molecular orbitals, and it is designated as psi1, psi2 and psi3. ഈ അലൈൽ ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തിലും പീസഡ് ഓർബിറ്റൽസ് ഉണ്ട്. അതെല്ലാം ഓവർലാപ്പ് ചെയ്തിട്ട് എന്ത് നമുക്ക് കിട്ടും, 3 മോളിക്കുലർ ഓർബിറ്റൽ നമുക്ക് കിട്ടും. അവിടെ ആ psi1 and psi2 are filled with 4 electrons, while psi3 is empty and it is available for back donation of metal electrons. psi1 and psi2 filled ആയിരിക്കും, അവിടെ 4 electrons ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ C3H5നെ ഒരു ആനയോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആനയോണായിട്ട് C3H5 എന്നൊരു ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതൊരു 3 ഇലക്ട്രോൺ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യും. കാരണം ഓരോ പി ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ ആണ് ഉള്ളത്. സോ 3 പി ഓർബിറ്റൽസ് ഉണ്ട് ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള, അപ്പോൾ 3 ഇലക്ട്രോൺ ഉണ്ട്. ഒരു ആനിയോൺ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണും കൂടെ അതിന് ലഭിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും, അതൊരു 4 ഇലക്ട്രോൺ ഡോണറായിട്ട് മാറും. അപ്പോൾ C3H5 - it acts as a 4 electron
4 electron donor, and these 4 electrons are occupied in psi1 and psi2 orbitals, and psi3 is empty. അവിടേക്ക് മെറ്റൽ അതിൻ്റെ ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പോൾ ഒരു ബാക്ക് ഡൊണേഷൻ നടക്കുന്നത് psi3 ഓർബിറ്റലിലേക്കാണ്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലിഗാൻഡ് നമുക്ക് എങ്ങനെ എഴുതാം? psi1 സ്ക്വയർഡ്, psi2 സ്ക്വയർഡ് ആൻഡ് psi3 0 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ബോണ്ടിങ് നമ്മൾ പറയുമ്പോഴത്തേക്കും കോംപ്ലക്സേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? allyl orbitals overlap with atomic orbitals of the metal, and that depends on the symmetry factor. അപ്പം allyl molecular orbitals will overlap with the atomic orbital of metal which has the closest symmetry to it. allyl molecular orbitalൻ്റെയും മെറ്റലിൻ്റെ ആറ്റമിക് ഓർബിറ്റലിൻ്റെയും സിമെട്രി നോക്കുമ്പോൾ അത് ഏകദേശം ഒരേപോലെയാണെങ്കിൽ മാത്രമേ ഈ ഓർബിറ്റൽസിന് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഹിയർ ദ psi1 orbital it can combine with the s, pz or dz squared orbital of the metal and donate 2 electrons to the metal and form a sigma bond. അപ്പോൾ psi1 ഓർബിറ്റലിൽ നിന്ന് 2 ഇലക്ട്രോണിനെ എസ്, പി ഇസഡ് അല്ലെങ്കിൽ ഡി സെഡ് സ്ക്വയർഡ് ഓർബിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. psi1ൽ നിന്ന് മെറ്റലിലേക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു സിഗ്മ ബോണ്ട് അവിടെ ഫോം ചെയ്യും. ഇനി psi2 ഓർബിറ്റൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ? psi2 ഓർബിറ്റൽ has approximate symmetry to overlap with the py or dyz orbital of the metal and donates 2 electrons to metal and forms a pi bond. അപ്പോൾ psi2ൽ നിന്ന് 2 ഇലക്ട്രോൺ മെറ്റലിൻ്റെ എം ടി ഓർബിറ്റലിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്താ ഫോം ചെയ്യുന്ന? അപ്രോക്സിമേറ്റ് സിമെട്രി ഉള്ള മെറ്റലിൻ്റെ ആറ്റമിക് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് അവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യും. And the third one is the vacant pi3 orbital of the allyl ligand. It accepts electrons from px or dxz orbital of the metal. അപ്പോൾ psi3 ഓർബിറ്റൽ ലിഗാൻഡിൻ്റെ psi3 ഓർബിറ്റൽ പി എക്സ് അല്ലെങ്കിൽ ഡി എക്സ് സെഡ് ഓർബിറ്റലിൽ നിന്ന് 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയും അവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യും. ഇത് ലിഗാൻഡിൽ നിന്ന് മെറ്റലിലേക്കും ഇത് മെറ്റലിൽ നിന്ന് ലിഗാൻഡിൻ്റെ psi3 ഓർബിറ്റലിലേക്കും കൊടുക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. Now we'll see the structure of this eta3 allyl nickel complex. eta3 allyl nickel complex എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ eta3 allyl കോംപ്ലക്സിനകത്തെ terminal carbon atoms. These terminal carbon atoms ഇതാണ് terminal carbon atoms. These terminal carbon atoms are farther from the metal atom. മെറ്റൽ ആറ്റത്തിൽ നിന്ന് അകന്നായിരിക്കും അത് നിൽക്കുന്നത് കമ്പയർഡ് ടു ദിസ് കാർബൺ ആറ്റം. ആ സെൻറ്ററിലുള്ള കാർബൺ ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അറ്റത്തുള്ള 2 കാർബൺ ആറ്റവും അകന്നായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും the terminal carbon atoms, these carbon atoms are tilted towards the metal to provide better pi overlap. അപ്പോൾ അതിനകത്ത് കാർബൺ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120.5 ഡിഗ്രിയും മീൻ കാർബൺ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 141.6 പൈക്കോമീറ്ററും ആയിരിക്കും. അതിനകത്ത് 3 ഹൈഡ്രജൻ ആറ്റംസ് നമ്മൾ പല പേരുകൾ കൊടുത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മീസോ, സിൻ, ആൻറ്റി. നടുക്കത്തേന് മീസോ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഈ മീസോയുടെ സെയിം സൈഡിൽ കിടക്കുന്നതിന് നമ്മൾ സിൻ എന്നും മീസോയുടെ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്നതിന് നമ്മൾ ആൻറ്റി എന്നും പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ദിസ് ആൻറ്റി ഹൈഡ്രജൻ ആറ്റംസ് ആർ ബെൻ അവേ ഫ്രം ദ മെറ്റൽ ആൻഡ് ദ സിൻ ആൻഡ് മീസോ ഹൈഡ്രജൻ ആറ്റംസ് ആർ bent towards the metal. ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ആൻറ്റി ഹൈഡ്രജൻ ആറ്റംസ് മെറ്റലിൽ നിന്ന് അകന്നും സിൻ ഹൈഡ്രജൻ ആറ്റംസ് മെറ്റലിൻ്റെ അടുത്തേക്ക് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നമ്മൾ പറയുന്നത് സിന്തസിസ് ഓഫ് മെറ്റൽ അലൈൽ കോംപ്ലക്സസ് ആണ്. അപ്പോൾ സിന്തസിസ് ഓഫ് മെറ്റൽ അലൈൽ കോംപ്ലക്സസ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെറ്റാത്തസിസ് reaction ആണ്. That is meaning is partner exchange reaction. Here the metal halides reacts with allyl Grignard reagent.
മെറ്റൽ ഹാലൈഡ്സ് അലൈൽ grignard റീജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? നമ്മുടെ ബിസ് അലൈൽ നിക്കൽ കോംപ്ലക്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ബിസ് അലൈൽ നിക്കൽ കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് നിക്കലിലേക്ക് എന്ത് വന്ന് അറ്റാച്ച് ചെയ്യും? നമ്മുടെ ഈ അലൈൽ ഗ്രൂപ്പും ഇതിനകത്ത് ബ്രോമിൻ എവിടെ പോയി ആഡ് ചെയ്യും? ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഒരു ബ്രോമിൻ ആറ്റം ഇതിലേക്ക് വന്ന് ആഡ് ചെയ്തിട്ട് രണ്ട് മോളിക്യൂൾ MgBr2ഉം Ni-eta3C3H5 ട്വൈസ് എന്ന് പറയുന്ന കോംപ്ലക്സോടെ ഫോം ചെയ്യും. സെക്കൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ആദ്യം ഫോം ചെയ്യുന്ന ഒരു സിഗ്മ ബോണ്ടഡ് അലൈൽ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഒരു സിഗ്മ ബോണ്ടഡ് എന്ന് പറയുമ്പം അവിടെ ഒരു eta1 കോംപ്ലക്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അതിനുശേഷം അത് ഹീറ്റ് ചെയ്യുമ്പോൾ അത് റീഅറേഞ്ച് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഒരു ട്രൈഹാപ്റ്റോ കോംപ്ലക്സ് ആയിട്ട്, ഒരു പൈ കോംപ്ലക്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സ് നമ്മുടെ അലൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മോണോഹാപ്റ്റോ അലൈൽ ഗ്രൂപ്പുള്ള ഒരു സിഗ്മ കോമ്പൗണ്ട് ഇവിടെ ഫോം ചെയ്യും. അതിനുശേഷം അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഇതൊരു ട്രൈഹാപ്റ്റോ അലൈൽ കോംപ്ലക്സ് ആയിട്ട് മാറും. തേർഡ് വൺ എന്ന് പറയുന്നത് അഡീഷൻ ആണ്. അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ. അപ്പോൾ ആദ്യം നമ്മുടെ ആൽക്കീൻ പലേഡിയം ക്ലോറൈഡുമായിട്ട് ഒരു അഡീഷൻ റിയാക്ഷൻ വഴി ഇങ്ങനെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ നമുക്ക് കിട്ടും. അതിൽ നിന്ന് ഒരു Clഉം ഒരു ഹൈഡ്രജനും മാറിയിട്ട്, രണ്ടിടത്തു നിന്നും ഒരു Clഉം ഹൈഡ്രജനും മാറിയിട്ട് ഇതെന്തായിട്ട് മാറും? ഇങ്ങനെയൊരു ബ്രിഡ്ജിങ് കോംപ്ലക്സ് ആയിട്ട് ടെർമിനൽ അലൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജിങ് കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യും. ഇതാണ് അലൈൽ കോംപ്ലക്സിൻ്റെ സിന്തസിസിന് എക്സാമ്പിൾ. കുറേ മറ്റ് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഇതല്ലാതെ വേറെ മെത്തേഡ്സ് കാണും. നമ്മളിവിടെ 3 മെത്തേഡ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെറ്റൽ ബ്യൂട്ടാഡൈൻ കോംപ്ലക്സ് ആണ്. അപ്പോൾ മെറ്റൽ ബ്യൂട്ടാഡൈൻ കോംപ്ലക്സ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മെറ്റൽ ആൽക്കീൻ കോംപ്ലക്സ് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ബോണ്ടിങ് മാത്രമേ നോക്കുന്നുള്ളൂ. ബ്യൂട്ടാഡൈൻ ഒരു 4 ഇലക്ട്രോൺ ഡോണറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബ്യൂട്ടാഡൈന് എസ് ട്രാൻസ് ഫോമിൽ സിസ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സാധാരണഗതിയിൽ സിസ് ഫോമാണ് ലിഗാൻഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ ഡിഫറെൻറ്റ് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് 4 p ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ട് അത് ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? 4 ആറ്റമിക് ഓർബിറ്റൽസ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ 4 മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഇത് നമ്മൾ Ψ1 എന്നും, ഇതിന് 0 നോഡ് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഒരു നോഡ് ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതെന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ അവിടെ ഒരു നോഡ് വരുന്നതായിട്ട് കാണാം. ഇവിടെ ഒരു നോഡ്, ഇവിടെയാണെങ്കിലോ ഇവിടെ 2 നോഡ്, ഇവിടെ 3 നോഡ്. അങ്ങനെ 4 മോളിക്കുലർ ഓർബിറ്റൽസ് ആണുള്ളത്. ഏറ്റവും എനർജി കുറവുള്ള മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ Ψ1 ആണ്. ഏറ്റവും കൂടുതലുള്ളത് Ψ4ഉം ആണ്. അപ്പോൾ ഇതിനകത്ത് 4 ഇലക്ട്രോൺസ് എവിടെയാണ് ഓക്യുപ്പൈ? ഇപ്പോൾ 2 പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, 2 പൈ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ആണുള്ളത്. 4 ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നത് 2 പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ് സാധാരണ ഓക്യുപ്പൈ ചെയ്യുക. So we can say that when butadiene is complex with a transition metal, the bonding occurs through a combination of forward and back donation. Butadiene has 2 pi bonding, Ψ1 and Ψ2, and 2 pi star antibonding orbitals, Ψ3 and Ψ4. The antibonding orbital Ψ3 receives electron density by back donation from the metal. And this orbital has lobes which corresponds to a double bond between the 2 central carbon atoms. As this orbital receives electron density, the central carbon-carbon bond is shortened. അപ്പം ബാക്ക് ഡൊണേഷൻ വഴി Ψ3 ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ Ψ3 ഓർബിറ്റൽ നോക്കുമ്പോഴത്തേക്ക് നോക്കിക്കേ, ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാം. ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ C2ഉം C3യും തമ്മിൽ
ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരികയാണ്. അപ്പം നമ്മൾ ഒരു ബ്യൂട്ടാഡൈൻ ഫ്രീ ആയിട്ടുള്ള ബ്യൂട്ടാഡൈൻ നോക്കുമ്പോഴത്തേക്കും C2C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിംഗിൾ ബോണ്ടായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബാക്ക് ഡൊണേഷൻ വഴി ഇലക്ട്രോൺ Chi3 ഓർബിറ്റലിലേക്ക് കിട്ടുമ്പോഴത്തേക്കും ആ C2C3ക്ക് ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ ലഭിക്കുകയും ആ കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് ഷോർട്ടൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ ട്രൈ കാർബണൈൽ അയൺ നോക്കുമ്പോഴത്തേക്കും സെൻട്രൽ കാർബൺ ആറ്റം സെൻട്രൽ CC ബോണ്ട് അതിൻ്റെ ബോണ്ട് ലെങ്ത് എത്രയായിരിക്കും? 1.45 ആങ്സ്ട്രോം ആയിരിക്കും അതിൻ്റെ ബോണ്ട് ലെങ്ത്. അതായത് ഫ്രീ ആയിട്ടുള്ള ബ്യൂട്ടാഡൈനകത്ത് ആ ബോണ്ട് ലെങ്ത് 1.48 ആങ്സ്ട്രോം ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു കോംപ്ലക്സേഷൻ നടക്കുമ്പോൾ അവിടെ അതെന്തായിട്ട് മാറും? 1.45 ആങ്സ്ട്രോം ആയിട്ട് മാറുന്നതായിട്ട് കാണാം. ഇതാണ് നമുക്ക് ബ്യൂട്ടാഡൈൻ മെറ്റൽ കോംപ്ലക്സിൻ്റെ ബോണ്ടിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ